ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു ഹൂർ ആകുക എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഹൂർ എന്ന പേര് ചിലരെങ്കിലും കേട്ടിട്ടില്ലായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഈ വ്യക്തിയിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഹൂർ ആയിത്തീരുക, ദൈവം അത് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു വളരെ സന്തോഷത്തോടു കൂടി അവർ പോകുമ്പോൾ അമലേക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവരെ പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധങ്ങളിലൊക്കെ ചില നിയമങ്ങളുണ്ട്. നേർക്ക് നേർ വരിക, ഒളിപ്പോരാട്ടം നടത്താതിരിക്കുക, ചതിപ്രയോഗം നടത്താതിരിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറുകയാണ്. ഇവർ മുൻപിൽ നിന്ന് പോകുന്നതിന് പകരം പുറകിൽ കൂടി വന്ന് ഒരു ആയുധവും ഇല്ലാതെ യാത്ര ചെയ്തിരുന്ന ഇസ്രായേൽ ജനത്തിലെ പാവപ്പെട്ട പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും അടക്കം പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ച് കുറേ പേരെ വധിച്ചു കളഞ്ഞു. ദൈവമായ കർത്താവ് അന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അമലേക്യർ എന്ന് പറയുന്ന വർഗത്തെ ഭൂമുഖത്തുനിന്ന് ഞാൻ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അമലേക്യർ ഇല്ല. ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി കഴിഞ്ഞു. അത് പിന്നീട് നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ പുറകിൽ നിന്ന് വന്ന് ഒരു ആയുധവും ഇല്ലാത്തവരെ ആക്രമിച്ചതിനാൽ ദൈവം അന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അമലേക്യരെ ഈ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ ആ വർഗത്തെ തന്നെ തുടച്ചു മാറ്റിക്കളയും. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണെന്നറിയാമോ? പിന്നീട് മുൻപോട്ടുള്ള യാത്രയിൽ പലപ്പോഴും അമലേക്യർ ഇവരെ ആക്രമിക്കുക. അപ്പോൾ പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അമലേക്യരുമായിട്ടുള്ള ഘോരമായ യുദ്ധം നടക്കുകയാണ്. ജോഷുവ കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് വാള് കയ്യിലേന്തി ജോഷുവയാണ് ലീഡറായിട്ട് നിന്നുകൊണ്ട്, കമാൻഡറായിട്ട് നിന്നുകൊണ്ട് അമലേക്യർക്കെതിരെയുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറകിൽ ഒരുപാട് ഇസ്രായേൽക്കാരുണ്ട്. ഈ സമയത്ത് നമ്മൾ കാണുന്നു, ഒരു മലയുടെ മുകളിൽ കയറി മോശ യുദ്ധത്തിനൊന്നും പോകാതെ മോശയുടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മോശ ജോഷുവയ്ക്കും കൂട്ടർക്കും വേണ്ടി ദൈവത്തിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്നറിയാമോ? ജോഷുവയ്ക്ക് ഓൾറെഡി അഭിഷേകമുണ്ട്. ജോഷുവ വിശുദ്ധനാണ്. വേണമെങ്കിൽ ജോഷുവയ്ക്ക് വിശുദ്ധിയുണ്ട്, അഭിഷേകമുണ്ട്, കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് മോശയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാമായിരുന്നു. പക്ഷേ അതിന് പകരം ജോഷുവ യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ തൻ്റെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുക. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ എൻ്റെ 3 വർഷം ജൂനിയറായിട്ട് പഠിച്ച ഒരു ലേഡി ഡോക്ടറിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ ലേഡി ഡോക്ടർ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എന്നോട് പങ്കുവച്ചതാണ്. ജോൺ, പണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയമായപ്പോൾ എനിക്ക് നല്ല പനി പിടിച്ചു. ഈ പനി പിടിച്ച സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞു പോലും വളരെ വേദനിച്ചിരുന്ന സമയത്ത് എന്നെ പറഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് വിട്ടിട്ട് ആ പരീക്ഷ നടക്കുന്ന മുഴുവൻ സമയവും, നിങ്ങൾക്കറിയാം, ഏതാണ്ട് 3 മണിക്കൂറോളം സമയമാണ് ഓരോ സബ്ജക്റ്റും. ഈ മുഴുവൻ സമയത്തും വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു ചെറിയ കപ്പേളയിൽ കുരിശടിയിൽ പോയി എൻ്റെ അമ്മച്ചി ജപമാല കൈകളിലേന്തി മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ പരീക്ഷയ്ക്കും ഇത് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഈ മകൾക്ക് ഉന്നത വിജയം, നല്ല മാർക്ക് കിട്ടി. അവളൊന്ന് ഡോക്ടറാണ്, പ്രാർത്ഥിക്കുന്ന ഡോക്ടറാണ്. പ്രിയപ്പെട്ടവരെ, ഈ മോശ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയുടെ കൈ തളർന്നു പോയി. ഇവിടെയാണ് ഇനി നമ്മുടെ വിഷയം വരുന്നത്. ഈ സമയത്ത് പ്രധാന പുരോഹിതനായ അഹറോൻ മോശയുടെ ഒരു കൈ ഉയർത്തിപ്പിടിക്കുന്നു. മറ്റേ കൈ തളർന്നു പോയപ്പോൾ നമ്മൾ ബൈബിളിൽ അതിനു മുമ്പ് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കാണാത്ത ഒരു മനുഷ്യൻ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനു മുമ്പ് ഒരിക്കലും ഈ ഹൂർ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റത്തില്ല. ഇയാൾ എവിടെ നിന്ന് വരുന്നു, ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്, അഡ്രസ്സ് എന്താണ്, ഇതൊന്നും അറിഞ്ഞുകൂടാ. അപ്പൻ ആരാണ്, അമ്മയാണ് ആരാണ്, ഒന്നും പറയുന്നില്ല. അവിടെ നമ്മൾ പറയുകയാണ്, മറ്റേ കരത്തിൽ ഹൂർ എന്ന് പറയുന്ന മനുഷ്യൻ മോശയുടെ മറ്റൊരു കരം തളരാതെ ഉയർത്തിപ്പിടിച്ചു. മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോഴെല്ലാം അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്.
മോശയുടെ കൈ താഴ്ന്നു പോയപ്പോൾ ഹൂറും അഹ്റോനും കൂടെ താങ്ങിപ്പിടിച്ചു. ഈ ഹൂറിൻ്റെ കൈ തളർന്നപ്പോൾ ആരാ താങ്ങിപ്പിടിച്ചത്? കുറേ നേരം മോശയുടെ കൈ ഇങ്ങനെ താങ്ങിപ്പിടിച്ചപ്പോൾ തീർച്ചയായിട്ടും ഹൂറിൻ്റെ കൈയും തളർന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അത് താങ്ങിപ്പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ ക്ഷീണവും തളർച്ചയും വേദനയും മറന്നുകൊണ്ട് മോശയുടെ കരങ്ങളെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഹൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലത്തെ മനുഷ്യരാണ് സത്യത്തിൽ സഭയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും അറിയാത്ത ചില മനുഷ്യർ, പേര് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല, അഡ്രസ്സ് ഇല്ല, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എവിടെ നിന്നോ ഈ മനുഷ്യൻ വന്നു. ഞാൻ കാണുകയാണ്, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം കാഴ്ച കണ്ടു. മോശയുടെ കരങ്ങൾ താഴുന്നു. ഒരു കരത്തിൽ അഹ്റോൻ പിടിച്ചിട്ടുണ്ട്, മറ്റേ കരത്തിൽ പിടിക്കാൻ ആരും പോകുന്നില്ല, ആരും മെനക്കെടുന്നില്ല. പക്ഷെ ഈ സമയത്ത് ആരും പറയാതെ തന്നെ ഹൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് മോശയെ താങ്ങിപ്പിടിക്കുകയാണ്. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇത് കാണിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലത്തെ മനുഷ്യരാണ് ശരിക്കും സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ തകർത്ത് പ്രസംഗിക്കുന്ന വലിയ കൺവെൻഷനുകളിൽ 10,000 ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മളാരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, പേരും ഊരും അഡ്രസ്സും അറിയാത്ത ഏതാണ്ട് 300ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യർ മുട്ടിന്മേൽ നിന്ന് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് കൂടാരങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൂറായി മാറുന്ന സമയത്ത് ജോഷുവയെ പോലെ വട്ടായിലച്ചൻ സാത്താനെതിരെ യുദ്ധം ചെയ്ത് സാത്താൻ കീഴടക്കി വെച്ചിരിക്കുന്ന പാപത്തിൽ കഴിയുന്നവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ചില ഹൂറുമാർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം കടന്നു വരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ വിജയിക്കുന്നു. ലോകപ്രശസ്ത സുവിശേഷകനായിരുന്നു ബില്ലി ഗ്രഹാം. അദ്ദേഹം അമേരിക്കയിൽ വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോം, അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൻ്റെ താഴെ ഏതാണ്ട് 150ഓളം വ്യക്തികൾ, നമ്മൾ ഒരിക്കലും കാണാത്തവരാണ്. അവർ സ്റ്റേജിൻ്റെ താഴെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈ സമയത്ത് മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ബില്ലി ഗ്രഹാമിനെയാണ്. ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് ബില്ലി ഗ്രഹാമിൻ്റെ അഭിഷേകത്തെയാണ്. ഈ സ്റ്റേജിൻ്റെ താഴെ നിന്ന് 150 പേരെയും ആരും കണ്ടിട്ടില്ല. ഇന്ന് ഷാലോം ടെലിവിഷൻ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം. അതിൽ പ്രസംഗിക്കുന്ന ജോസഫ് പുത്തമ്പരച്ചൻ അനുഗ്രഹം, വട്ടായിലച്ചൻ അനുഗ്രഹം, മഞ്ഞളിയച്ചൻ അനുഗ്രഹം, സകലരും അനുഗ്രഹം. എന്നാൽ നമ്മൾ ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില മനുഷ്യർ ഷാലോമിൻ്റെ ഓഫീസിൽ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പേരാണ് ഹൂർ. ദൈവം വിളിക്കുകയാണ്, മകനെ മകളെ, നിനക്കൊരു ഹൂർ ആകാനായിട്ട് സാധിക്കും. തളർന്നു പോകുന്ന മോശയുടെ കരങ്ങളെ നിനക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. നിനക്ക് ആ കരങ്ങളെ താങ്ങിപ്പിടിച്ച് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ ക്യാൻസറായിട്ട് കിടക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ സ്നേഹിതനായ ഒരു ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വട്ടം കറങ്ങി. കാര്യം എന്താണെന്നറിയാമോ? ദൈവീക തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കന്യാസ്ത്രീ. ആ മുറി മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നമ്മളങ്ങോട്ട് കയറുമ്പോഴേ ദൈവസാന്നിധ്യമാണ്. സിസ്റ്ററിൻ്റെ മുഖത്ത് നല്ല തേജസ്. സിസ്റ്റർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഡോക്ടർ ജോണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 8 വർഷമായിട്ട് ഡോക്ടർ ജോണിന് വേണ്ടി എല്ലാ ദിവസവും ഞാനൊരു 53 മണിജപം ചൊല്ലുന്നുണ്ട് കേട്ടോ. ഡോക്ടർ വീണു പോകാതിരിക്കാൻ, ഡോക്ടറിൻ്റെ അഭിഷേകം വർദ്ധിച്ചു കൊണ്ടിരിക്കാൻ, ഡോക്ടർ അനുഗ്രഹമായി തീരാൻ, പാപവഴികളിലൂടെ പോകാതിരിക്കാൻ 5 നിയോഗങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ 5 രഹസ്യങ്ങളും ഞാൻ ചൊല്ലി കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ കാണുക, ക്യാൻസർ രോഗത്താൽ വേദന തിന്നുന്ന ഒരു കന്യാസ്ത്രീയാണ്. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ തളർന്നു പോകുന്ന ഈ കൊച്ചു ജോണിൻ്റെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ക്യാൻസർ രോഗിയായ ഒരു കന്യാസ്ത്രീ. ഈ കന്യാസ്ത്രീയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഹൂർ. നമ്മളാരും കാണാത്തവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇസ്രായേൽ എന്ന് യുദ്ധം ജയിച്ചു. വലിയ ആഘോഷമായി. അഹറോൻ പ്രധാന പുരോഹിതനാണ്. ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആൾക്കാരെല്ലാം ആർത്തു വിളിക്കുന്നു. ജോഷുവയെ ആൾക്കാർ ഉയർത്തിപ്പിടിക്കുന്നു. മോശയെ ആൾക്കാർ ഉയർത്തിപ്പിടിക്കുന്നു. നമുക്ക് 2 ലീഡർമാരെ തന്നല്ലോ എന്ന് പറഞ്ഞ് ആൾക്കാർ സന്തോഷിക്കുക. നമുക്ക് ജോഷുവയെ കിട്ടി, നമുക്ക് മോശയെ കിട്ടി എന്ന് പറഞ്ഞ് ആളുകൾ തുള്ളിച്ചാടുമ്പോൾ എല്ലാവരും മറന്നുപോയ ഒരാളുണ്ട്, ഹൂർ. മോശയുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച ഹൂറിനെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല, ആരും അഭിനന്ദിച്ചില്ല, ആരും ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. ആൾക്കൂട്ടത്തിൽ ഒരുവനായി തളർന്ന് ക്ഷീണിച്ച് ഹൂർ എന്ന് പറയുന്ന ഈ മകൻ തൻ്റെ കൂടാരത്തിൽ ചെന്ന് തൻ്റെ കിടക്കയിലേക്ക് വീഴുകയാണ്. അവൻ്റെ കൈകൾ തളർന്നു പോയി. അവനെ ആരും ഓർത്തില്ല, ഒരു നന്ദി വാക്ക് പോലും ആരും പറഞ്ഞില്ല. എല്ലാവരും അവനെ മറന്നു കളഞ്ഞു. പക്ഷേ ഹൂറിന് പരാതിയില്ല. കാരണം ഇസ്രായേൽ യുദ്ധം ജയിച്ചു. ദൈവജനം യുദ്ധം ജയിച്ചു. തനിക്ക് പേര് വേണ്ട, തനിക്ക് പ്രശസ്തി വേണ്ട, തന്നെ ആരും ഓർക്കണ്ട. അദ്ദേഹം സന്തോഷിക്കുകയാണ്.
ഹൂറിൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രതിഫലം നൽകുന്ന സമയത്ത് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്നുള്ള ഒരു വിളി കേൾക്കുമല്ലോ എന്നുള്ള ഒരൊറ്റ സന്തോഷത്തിൽ ക്ഷീണിച്ച് തളർന്ന ഹൂർ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ടെൻറ്റിൻ്റെ അകത്ത് പോയി ആരും കാണാതെ നടുവ് തളർന്ന് അല്പം ഒന്ന് വിശ്രമിക്കാൻ കിടക്കുകയാണ്. പുറത്ത് ജനങ്ങളെല്ലാം മോശയെയും ജോഷുവായെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഹൂറുമാരെ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ഷാലോം ഫെസ്റ്റിവലിൽ പ്രസംഗിക്കാനായിട്ട് അമേരിക്കയിൽ നിൽക്കുകയാണ്. വളരെ തണുപ്പുള്ള ഒരു സ്ഥലം. എനിക്കാണെങ്കിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസമായപ്പോഴത്തേക്കും നടുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടക്കയിൽ കിടക്കുകയാണ്. എല്ലാവർക്കും വിഷമമായി. ഞാൻ പറഞ്ഞു, നാളെ ഞാൻ പ്രസംഗിക്കുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് കിടക്കണം. ഒരു നേഴ്സ് സഹോദരി കൊണ്ടുവന്നൊരു ഓയിൻമെൻറ്റ് തന്നു. എന്തൊക്കെയോ എടുത്ത് മുതുകത്ത് തേച്ചിട്ട് ഞാൻ കയറി കിടക്കുകയാണ്. നല്ല തണുപ്പ്, പുറത്ത് ഐസ് പെയ്തുകൊണ്ടിരിക്കുക, കൊടും തണുപ്പ്. ബ്ലാങ്കറ്റ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൂനിക്കൂടി കിടക്കുകയാണ്. നാളെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, 3 ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിക്കേണ്ടതാണ്. എല്ലാവർക്കും വേദനയായി. രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ സംശയമാണ്. പക്ഷേ പിറ്റേന്ന് പ്രഭാതത്തിൽ 4 മണിയായപ്പോൾ എൻ്റെ നടുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ മുറിയിൽ ലൈറ്റ് ഇട്ടു. താഴേക്ക് വരികയാണ്. അല്പം ചൂടുവെള്ളം കിട്ടണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ താഴേക്ക് നടന്നു വരുമ്പോൾ പുറത്തെ വാതിൽ തുറന്നൊരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി. ജാക്സൺ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തലയിൽ ഒരു കമ്പിളി പുതപ്പും പുതച്ച് വിറച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരിക. ഞാൻ ചോദിച്ചു, ജാക്സൺ, നീ ഇതെവിടെയായിരുന്നു? ഈ കൊടും തണുപ്പ്, പുറത്ത് ഐസ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇതെവിടെയായിരുന്നു? ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വലിയ തണുപ്പാണ്. നീ ഈ തണുപ്പത്ത് എന്ത് ചെയ്യായിരുന്നു? പനി പിടിക്കത്തില്ലേ? അവൻ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഇന്നലെ ഡോക്ടർക്ക് നടുവേദന എന്ന് കേട്ടപ്പോൾ രാത്രിയത്തെ ആഹാരം പോലും കഴിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി, മുറ്റത്തിരുന്ന് എൻ്റെ തലയിലേക്ക് ഒരു കമ്പിളി പുതപ്പിട്ട് ഇത്രയും സമയം വരെ ഞാൻ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിഷേകം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 മണിക്ക് ഡോക്ടർ ജോണിൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടർ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് ഇച്ചിരി നേരം പോയി കിടന്നുറങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് ഒരുപാട് നേരം കരഞ്ഞു. അന്ന് അമേരിക്കയിലെ മലയാളി സമൂഹത്തോട് ഷാലോ ഫെസ്റ്റിവലിൽ ഞാൻ ഈ കാര്യം പങ്കുവച്ചു. ഒരുപാട് പേര് കരയുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള മനുഷ്യരാണ് ഷാലോമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് പേര് ഷാലോമിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ ആരുടെയും പേരറിയത്തില്ല. ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ സഭയിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ പേരറിയത്തില്ല. ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് വളരെ കുറച്ച് സമയം മാത്രം പ്രാർത്ഥിച്ച ഞാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ഡിട്രോയിറ്റിലെ പള്ളിയിലേക്ക് ഞാൻ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മുടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയിലേക്ക് കയറുകയാണ്. സിറോ മലബാർ പള്ളിയിലേക്ക് കയറുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ആരംഭിച്ചതും ദൈവത്തിൻ്റെ അഭിഷേകം ശക്തമായിട്ട് അങ്ങോട്ട് കടന്നു വരികയാണ്. ബിജു മലയാറ്റൂർ എന്ന് പറയുന്ന സഹോദരൻ പാട്ട് പാടുകയാണ്. ആളുകളെല്ലാം ദൈവത്തെ ആരാധിക്കുകയാണ്. വചനം പറയാൻ സമയത്ത് ഒരു അൺയൂഷ്വൽ അനോയിൻറ്റിങ് എനിക്ക് കിട്ടുകയാണ്. വലിയ ഒരു അഭിഷേകം കിട്ടുകയാണ്, ശക്തമായ ഒരു അഭിഷേകം. എൻ്റെ ഉള്ളിലൊരു കരച്ചിൽ വരികയാണ്. ദൈവമേ, ജാക്സൺ ബലിയായി തീർന്നു, ജാക്സൺ വിറകായി തീർന്നു, ജാക്സൺ കത്തിത്തീർന്നു, എൻ്റെ പുറത്ത് തീ വന്നു. ഇവിടെയുള്ള ആരും ജാക്സനെ കണ്ടിട്ടില്ല. എല്ലാവരും ഡോക്ടർ ജോൺ പ്രസംഗിക്കുമ്പോൾ അഭിഷേകമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു ഹൂറുണ്ടായിരുന്നു. ഇന്നലെ നേരം വെളുക്കുന്നത് 4 മണി വരെ തളർന്നുപോയ എൻ്റെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊടും മഞ്ഞത്തേക്ക് പുറത്തിറങ്ങി, ഒരു കയ്യടിയും പ്രതീക്ഷിക്കാതെ, ഒരു അംഗീകാരവും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കാൻ ഷാലോമിലെ ഒരു ചെറിയ സഹോദരൻ, അന്നവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല, വളരെ ചെറുപ്പമാണ്. ആ സമയത്ത് അവൻ തൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ അനുഗ്രഹമായി മാറി. ശുശ്രൂഷയിൽ അഭിഷേകം കടന്നു വന്നു. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു ഹൂർ അവിടെ ഉണ്ടായതാണ് ഇതിൻ്റെ കാരണം. അവരൊന്നും പ്രതീക്ഷിക്കാത്തവരാണ്. ഒരു കയ്യടിയും ഒരു അംഗീകാരവും ഒന്നും പ്രതീക്ഷിക്കാത്തവരാണ്. നിങ്ങൾ ഷാലോമിൻ്റെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ ഈ രാത്രിയും പകലും ആൾക്കാരിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കിടന്ന് ഉറങ്ങുമ്പോൾ കുറേ പേർ അവിടെ ഉണർന്നിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഷാലോം നമുക്ക് രാത്രിയിലും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ അവരെ ആരെയും കാണുന്നില്ല. ഇവരെ സ്വർഗം വിളിക്കുന്ന പേരാണ് ഹൂർ. ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ഹൂർ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷ വാർത്ത എന്താണെന്നറിയാമോ? ദൈവം ഹൂറിനെ മറന്നു കളഞ്ഞില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. സകലരും ഹൂറിനെ മറന്നു കളഞ്ഞു. ജോഷുവായെ മോശയെ ഓർത്തു. കൈപൊക്കി പിടിച്ച ഹൂറിനെ മറന്നു കളഞ്ഞു. പക്ഷെ ദൈവം മറന്നില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? കുറച്ച് വർഷം കൂടി കഴിഞ്ഞപ്പോൾ സമാഗമ കൂടാരം നിർമ്മിക്കാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വന്ന് വസിക്കുവാൻ നീ ഒരു ടബർനാക്കിൾ പണിയണം, നീ ഒരു സമാഗമ കൂടാരം നിർമ്മിക്കണം. അതിനൊരു എഞ്ചിനീയർ വേണ്ടേ? ഇതുണ്ടാക്കാൻ ഒരു മേൽനോട്ടക്കാരൻ വേണ്ടേ? മോശ ചോദിച്ചു, ദൈവമേ, ആരെയാണ് ഞാൻ ഈ പണി ഏൽപ്പിക്കേണ്ടത്? ദൈവം പറഞ്ഞു, മോശയെ, ബസാലേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവൻ ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിന് മേൽനോട്ടം കൊടുക്കണം. അവനായിരിക്കും പണിക്ക് മേൽനോട്ടം കൊടുക്കേണ്ടത്. ബസാലേൽ ആരാന്നറിയാമോ? നേരത്തെ പറഞ്ഞ ഹൂറിൻ്റെ മകൻ്റെ മകനാണ്.
ഹൂറിൻ്റെ ചെറുമകനാണ് ബസാലേൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നീതി സകലരും ഹൂറിനെ മറന്നു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ ഹൂറിനെ കണ്ടു. നടുവ് തളർന്നു കിടക്കുന്ന ഹൂറിനെ കണ്ടു. ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരുന്ന ഹൂറിനെ കണ്ടു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ്റെ 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ഹൂറിൻ്റെ മകനായിരുന്ന ഈ ബസാലേൽ അന്ന് വളരെ ചെറുപ്പമായിരുന്നു കാണും. ബസാലേൽ ഒരു കാര്യം കണ്ടു. മോശയുടെ കരങ്ങളെ വല്യപ്പച്ചൻ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. വല്യപ്പച്ചൻ വേദന സഹിച്ച് മോശയുടെ കരങ്ങളെ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് ബസാലേൽ എന്ന് പറയുന്ന ഈ 5-6 വയസ്സുള്ള ബാലൻ അന്ന് കണ്ടു കാണും. അവൻ ഒത്തിരി സന്തോഷം തോന്നി, എൻ്റെ വല്യപ്പച്ചൻ മോശയുടെ കരങ്ങളെ താങ്ങിപ്പിടിച്ചിരിക്കുക. പക്ഷെ തിരിച്ച് ടെൻറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഹൂറെന്ന് പറയുന്ന വല്യപ്പച്ചൻ തളർന്നു കിടക്കുമ്പോൾ ചിലപ്പോൾ അല്പം കുഴമ്പ് തേച്ച് കൊടുത്തത് ഈ കൊച്ചുമോനായിരിക്കും. തളർന്നു കിടക്കുന്ന വല്യപ്പച്ചൻ്റെ ഈ കിടക്കയുടെ അടുത്ത് ഇരുന്നത് ചിലപ്പോൾ ഈ കൊച്ചുമകനായിരിക്കും. കൊച്ചുമകനോട് ഹൂർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ ബസാലേലേ, ഈ ദൈവം നല്ലവനാ. ഒരുപക്ഷേ ചിലപ്പോൾ ഈ കൊച്ചുമോൻ ചോദിച്ചു കാണും, വല്യപ്പച്ച എല്ലാവരും കൈയടിക്കുന്നത് ജോഷുവയ്ക്കാണ്, എല്ലാവരും കൈയടിക്കുന്നത് മോശയ്ക്കാണ്, വല്യപ്പച്ചനെ എല്ലാവരും മറന്നു കളഞ്ഞല്ലോ. വല്യപ്പച്ചൻ പറഞ്ഞു കാണും, കൊച്ചുമോനെ, ദൈവം നമ്മളെ ഒരിക്കലും മറന്നു കളയത്തില്ല കേട്ടോ, ദൈവം നമ്മളെ ഒരിക്കലും മറന്നു കളയത്തില്ല. ഈ അടുത്ത നാളിൽ സൺഡേ ശാലോം പത്രത്തിൽ ഞാനൊരു കാര്യം കണ്ടു. CL ജോസ് എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പനാളിൽ വലിയ ദാരിദ്ര്യമായിരുന്നു, കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും. അമ്മച്ചിയാണെങ്കിൽ എന്നും പള്ളിയിൽ പോകും, അപ്പച്ചനാണെങ്കിലും പള്ളിയിൽ പോകും. ഒരു ദിവസം ഈ 5-6 വയസ്സുള്ള സമയത്ത് ദാരിദ്ര്യം സഹിക്കാൻ പറ്റാതെ CL ജോസ് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി അപ്പച്ചന് എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ പട്ടിണി ഒട്ടും മാറുന്നുമില്ല, എന്താ അമ്മച്ചി ഇത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല, അമ്മച്ചി നമുക്ക് എന്നാ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നത്, നമ്മളെന്താ ദൈവം അനുഗ്രഹിക്കാത്തത്, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അമ്മച്ചിയാണെങ്കിൽ സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത അമ്മച്ചിയാണ്, തിയോളജിയിൽ PhD ഒന്നുമില്ല, ഫിലോസഫിയും അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസം എന്ന ഗിഫ്റ്റിൽ CL ജോസ് പറഞ്ഞതാണ്, എൻ്റെ അമ്മച്ചിക്കൊരു PhD ഉണ്ടായിരുന്നു, വിശ്വാസത്തിൻ്റെ PhD. വിശ്വാസത്തിൽ എൻ്റെ അമ്മച്ചിക്ക് PhD ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി അന്നേരം ഈ കൊച്ചുമോനെ 4 വയസ്സുള്ള മകനെ ചേർത്തെടുത്തിട്ട് പറഞ്ഞു, ഒരു തിയോളജി പറഞ്ഞു, മോനെ, ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ദൈവത്തോട് ഒരുപാട് കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ദൈവം എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിച്ച് വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ സമയം എത്തിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ലൈനിൽ നിൽക്കുക, ദൈവം ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ കൊടുത്ത് അനുഗ്രഹിച്ച് നമ്മുടെ സമയം എത്തുമ്പോൾ നമ്മളെയും അനുഗ്രഹിക്കും മോനെ, ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ സമയം വന്നുകൊണ്ടിരിക്കുക, നമുക്കും തരും. പ്രിയപ്പെട്ടവർ, എന്ത് മനോഹരമായ ഒരു തിയോളജിയാണ്. ഇതിനേക്കാൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ടോ? കുഞ്ഞു ബാലനായ CL ജോസിൻ്റെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിയാണ്. അമ്മച്ചിയുടെ വാക്കുകൾ അനർത്ഥമായി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, പ്രശസ്തി എല്ലാം ആ കുടുംബത്തിലേക്ക് പിന്നീട് ദൈവം കൊടുത്തു, സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചു, അഭിഷേകം കൊടുത്തു, വിശുദ്ധി കൊടുത്തു, സകലതും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആരാലും അറിയപ്പെടാത്ത ഹൂറുമാർക്കായി ഞാൻ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ബസാലേൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം എടുത്ത് ഉയർത്താനുണ്ടായ ഒറ്റ കാരണം ഹൂർ എന്ന് പറയുന്ന വല്യപ്പച്ചൻ്റെ നിസ്വാർത്ഥമായ സേവനമാണ്. മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയുമായിട്ട് കഴിയുന്നവരെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ആരും നിങ്ങളെ ഓർക്കുന്നില്ലെങ്കിലും ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ദേശത്തൊരിക്കൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ എപ്പോൾ ചെന്നാലും ഒരു സഹോദരൻ ജോലിയിൽ നിന്ന് ലീവ് എടുക്കും. ഞാൻ അവിടെ ചെന്നെന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹം ലീവ് എടുക്കും. ആ സമയത്ത് മുഴുവൻ ലീവാണ്. ഞാൻ ചോദിക്കുന്നത്, എന്താ ഇത്, ഒരു BMW കാറുണ്ട്. എന്നോട് പറയും, ഡോക്ടറിൻ്റെ ഇടയ്ക്ക് നടുവേദനയൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ടേ എനിക്ക് നല്ലൊരു BMW കാർ. അദ്ദേഹം ഒരു മെയിൽ നേഴ്സാണ്. ഈ BMW കാർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ ദൈവം എനിക്കെന്ത്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇവിടെയൊക്കെ കൊണ്ടു നടക്കാൻ വേണ്ട, എവിടെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നെ ആ വണ്ടിയുടെ മുമ്പിൽ കയറ്റിയിരുത്തി ഈ ധ്യാന സമയത്തല്ല എത്ര ദൂരമാണെങ്കിലും 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പേരവിടെ ആർക്കും അറിയത്തില്ല, അദ്ദേഹം ആരാന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മനസ്സിലാക്കി. പ്രസംഗിക്കാൻ അറിയത്തില്ല, പാട്ടുപാടാൻ അറിയത്തില്ല, കൗൺസിൽ ചെയ്യാൻ അറിയത്തില്ല, വണ്ടി ഓടിക്കാൻ അറിയാം. മെയിൽ നേഴ്സായ ആ മനുഷ്യനെ ദൈവം കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി നല്ല ശമ്പളമുള്ള ജോലി കൊടുത്തു, വലിയ സമ്പന്നർ ഓടിക്കുന്ന BMW കാറ് കൊടുത്തു. അദ്ദേഹം അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നായ്ക്കമ്പറമ്പലച്ചനെയും പനക്കലച്ചനെയും എന്നെപ്പോലുള്ള ശുശ്രൂഷകരേക്ക് ഇരുത്തി ഏത് ദേശത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹൂറിൻ്റെ ശുശ്രൂഷ.
ഒരു ഹൂറാകാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് അനേകർ പരാതി പറയുന്നുണ്ട്, എനിക്കൊരു ശുശ്രൂഷയില്ല. ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഹൂറിനെ പോലെ അനേകരുടെ കരങ്ങളെ താങ്ങിപ്പിടിച്ചു കൊടുക്കുക. ബൈബിളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഹൂറുമാരെ കാണാൻ സാധിക്കും. ഈശോയുടെ കുരിശു മരണം കഴിഞ്ഞിട്ട് ഈശോയുടെ പൂജ്യമായ ശരീരം കുരിശിൽ നിന്ന് ഇറക്കുകയാണ്. എനിക്ക് ആ സമയത്തുള്ള രംഗം മനസ്സിലേക്ക് വരിക. പരിശുദ്ധ അമ്മയുടെ മടിയിലേക്ക് ഈശോയുടെ ശരീരം കിടത്തുകയാണ്. അമ്മ പാവപ്പെട്ടവളാണ്, നിങ്ങൾക്കറിയാം, സമ്പന്നയല്ല. അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് കാണും, എൻ്റെ മോനെ എവിടെ കൊണ്ടുപോയി അടക്കും? എൻ്റെ മോനെ എവിടെ കൊണ്ടുപോയി അടക്കും? അടക്കത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല, ശവസംസ്കാരത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. കുരിശിൽ അവൻ മരിച്ചു, എല്ലാം പൂർത്തിയായെന്ന് കഴിഞ്ഞു. മോൻ്റെ ശരീരം മടി കിടക്കുക, എവിടെ കൊണ്ട് അടക്കും? ഒന്നുമില്ല, പാവപ്പെട്ടവളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഒരു മനുഷ്യൻ മുൻപോട്ട് കയറി വരികയാണ്. അവൻ്റെ പേരാണ് അരിമത്തിയാക്കാരൻ ജോസഫ്. അദ്ദേഹം ഒരു പ്രസംഗകനോ പ്രവാചകനോ ഒന്നുമല്ല, സത്യത്തിൽ ആരുമല്ല. പക്ഷെ അദ്ദേഹം മുൻപിലോട്ട് വന്നിട്ട് പറയാണ്, അമ്മ വിഷമിക്കണ്ട കേട്ടോ, അമ്മയുടെ മകനെ എൻ്റെ കല്ലറയിൽ ഞാൻ അടക്കാം. ഏതാ ഈ കല്ലറയെന്നറിയാമോ? അരിമത്തിയാക്കാരൻ ജോസഫ് മരിക്കുമ്പോൾ ജോസഫിൻ്റെ ശരീരം അടക്കാൻ വേണ്ടി അരിമത്തിയാക്കാരൻ ജോസഫ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വലിയ പൂന്തോട്ടത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന വില കൂടിയ സ്ഥലത്തെ കല്ലറ, ആരെയും അന്ന് വരെ അടക്കിയിട്ടില്ലാത്ത കല്ലറയിൽ അരിമത്തിയാക്കാരൻ ജോസഫിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ശവവും അസ്ഥിയും കിടക്കാത്ത ഈ കല്ലറയിൽ എൻ്റെ ശവം വേണം ആദ്യം കിടക്കാൻ. അങ്ങനെ അദ്ദേഹം തനിക്ക് വേണ്ടി മേടിച്ച കല്ലറയിൽ അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ശരീരം കൊടുക്കുവാൻ വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പ് ഒരു മനുഷ്യൻ്റെയും ശവം കിടക്കാത്ത, ശവശരീരം കിടക്കാത്ത, മൃതശരീരം കിടക്കാത്ത, അസ്ഥികൾ കിടക്കാത്ത ആ പൂക്കൾ നിറഞ്ഞ ഉദ്യാനത്തിലെ ആ കല്ലറ തന്നെ ഈ മനുഷ്യൻ ഒരു ശുശ്രൂഷയിലൂടെ യേശു ക്രിസ്തുവിന് കൊടുക്കുകയാണ്. കാണുക, യേശുവിൻ്റെ ശരീരം അവിടെ സംസ്കരിക്കപ്പെടുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവിടെ അനേകരുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഭരണികളിൽ വെള്ളം നിറച്ചവരുടെ പേരറിയാമോ? ഒരാളുടെ പോലും പേരെഴുതി വെച്ചിട്ടില്ല. ദാസന്മാർ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം ഇതാണ്, ഇവരന്ന് ഭരണികളിൽ വെള്ളം നിറച്ചില്ല എങ്കിൽ അവിടെ വീഞ്ഞുണ്ടാകത്തില്ല. അവിടെ വീഞ്ഞുണ്ടാകത്തില്ലായിരുന്നു, അവിടെ അത്ഭുതം നടക്കത്തില്ലായിരുന്നു. ആരാരും അറിയപ്പെടാത്ത കുറെ മനുഷ്യർ, പേരും അഡ്രസ്സും ഇല്ലാത്ത കുറെ ഹൂറുമാർ കഷ്ടപ്പെട്ടുകൊണ്ടുവന്ന് വെള്ളം കോരിയപ്പോൾ അവിടെ വീഞ്ഞുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ ആരുടെയും പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 5 അപ്പവും 2 മീനും കൊടുത്ത ബാലന്റെ പേരെന്താണ്? രേഖപ്പെടുത്തിയിട്ടില്ല. മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാ, അറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ സുവിശേഷം ഇടുന്ന സമയത്തുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മത്തായി അവൻ്റെ പേരെഴുതരുത്, മർക്കോസേ അവൻ്റെ പേരെഴുതരുത്, ലൂക്ക അവൻ്റെ പേരെഴുതരുത്, യോഹന്നാനെ വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. ഇവർക്കൊക്കെ ബാലൻ്റെ പേരറിയാം, ഇവരൊക്കെ ബാലനെ കണ്ടവരാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എഴുതരുത്. എന്താ കാര്യം എന്നറിയാമോ? ഇതുപോലെ സഭയിൽ എന്നും എനിക്ക് കുറെ മക്കളുണ്ടാകും, കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും ദാനമായിട്ട് കൊടുത്തുകൊണ്ട് പേര് പോലും ആരും കേൾപ്പിക്കാതെ പുറകോട്ട് മാറുന്ന മനുഷ്യർ. ആ ബാലന്റെ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കരങ്ങളിൽ ഒരു അത്ഭുതമായി മാറിയപ്പോൾ പലരും ബാലനെ മറന്നു കാണും. എല്ലാവരും യേശുവിനെ പുകഴ്ത്തി കാണും, അപ്പം വിളമ്പി ശിഷ്യന്മാരെ പുകഴ്ത്തി കാണും. ബാലന്റെ കാര്യം സകലരും മറന്നുപോയി. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യവിധി ദിനത്തിൽ ഞാനും നിങ്ങളും ഒരു കാഴ്ച കാണും. ഈ ബാലന്റെ പേര് വിളിക്കുമ്പോൾ ഒരു മനുഷ്യൻ മുൻപോട്ട് നടന്നു വരുന്നു, വലിയ ഒരു ട്രോഫി ഏറ്റുവാങ്ങുന്നു, വലിയ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും അതൊന്നും മറന്നു പോയിട്ടില്ല. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമയോൻ, നിങ്ങൾക്കറിയാമോ? വഴി നിന്ന് ഒരുത്തരെ പിടിച്ച് കുരിശ് ചുമക്കാൻ പറഞ്ഞു. ദൈവം ശിമയോനെ മറന്നു കളഞ്ഞില്ല. ശിമയോന്റെ മക്കളാണ് റൂഫസും അലക്സാണ്ടറും. ഒരാൾ ബിഷപ്പായി, ഒരാൾ ഗവർണറായി. ആഫ്രിക്കയിലെ കിറേന എന്ന് പറയുന്ന പ്രദേശത്ത് സുവിശേഷം എത്തി. ആഫ്രിക്കയിൽ ആരും അറിയപ്പെടാതെ കിടന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് ഈ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളിൽ ഒരാളെ, റൂഫസും അലക്സാണ്ടറും, ഒരാൾ ഗവർണറും ഒരാൾ ബിഷപ്പുമായി സഭയിൽ. കർത്താവ് മറന്നു കളഞ്ഞില്ല. തൻ്റെ കുരിശ് താങ്ങിപ്പിടിച്ച ശിമയോനെ യേശു തൻ്റെ വേദനയുടെ ഇടയിലും മറന്നു കളഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലത്തെ ഹൂറുമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ സുവിശേഷം. ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ശുശ്രൂഷൻ അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വർക്കിവിധത്തിൽ പിതാവ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ കാർഡിനൽ വർക്കിവിധത്തിൽ പിതാവ്, ഒരു ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു ആരാധന മഠത്തിലേക്ക് ചെല്ലുക, മിണ്ടാമഠത്തിലേക്ക് ചെല്ലുകയാണ്. ചെറുപ്പക്കാരൻ വിചാരിച്ചത് കല്യാണം കഴിക്കാത്ത സിസ്റ്റർമാർ, ആരോടും മിണ്ടാത്ത സിസ്റ്റർമാർ. പക്ഷെ പിതാവ് ചെറുപ്പക്കാരനെ കൊണ്ടുചെല്ലുകയാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. പതുക്കെ ജാലകം തുറന്നപ്പോൾ മാലാഖമാരെ പോലെ മുഖമുള്ള 2 സിസ്റ്റേഴ്സാണ് ജനൽ തുറക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചെറുപ്പക്കാരൻ ഞെട്ടി വിറച്ചു. ലോകത്തിൻ്റെ ഒരു ആനന്ദവും ഇല്ലാതെ 24 മണിക്കൂർ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെ മുഖം മാലാഖമാരെ പോലെ ഇരിക്കുന്നു, ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് സഭ. ആ ചെറുപ്പക്കാരൻ സെമിനാരിയിൽ ചേർന്ന്
പിന്നീട് ഒരു വൈദികനായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഹൂറിൻ്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷ ചെയ്യാൻ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ വിളിക്കുകയാണ്. ഒരു ഹൂർ ആയി തീരുക. ലോകത്തിൻ്റെ രക്ഷ, ലോകത്തിന് രക്ഷ തന്ന യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷ ലോകം മുഴുവൻ എത്തിപ്പെടാൻ ഒരു ഹൂറിൻ്റെ ശുശ്രൂഷ ചെയ്യുക. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ഹൂറായി തീരുക. കർത്താവേ, മോശ അന്ന് ജയിക്കാൻ കാരണം ഹൂറാണ്. ജോഷുവ ജയിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഹൂറാണ്. പക്ഷെ ഒരു പുകഴ്ചയും കിട്ടാതെ കർട്ടൻ്റെ പുറകിലേക്ക് അദ്ദേഹം മറന്നു കളഞ്ഞു. ഇതുപോലൊരു ശുശ്രൂഷ ചെയ്യുന്ന അനേകരെ ഓർത്ത് നന്ദി പറയും. ഇന്ന് വരെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഇത് ആരംഭിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു മധ്യസ്ഥ പ്രാർത്ഥന വീരനായി എന്നെ മാറ്റണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.